നടൻ സിദ്ദിഖിനെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി. വൈറ്റില സ്വദേശി അജികുമാറാണ് പരാതി നൽകിയത്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിലവിൽ 2 പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഇന്ന് രാവിലെ യുവനടിയുടെ പീഡനാരോപണത്തിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു എന്ന് സിദ്ദിഖ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനു പിന്നാലെ നിരവധി പരാതികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? രജനി, 2 പരാതികളാണ് ഈ പീഡന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മുൻപാകെ വന്നിട്ടുള്ളത്. ഒന്ന്, നടൻ സിദ്ദിഖിനെതിരെ കേസ് എടുത്തുകൊണ്ടുള്ള നടപടികൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുള്ളതും മറ്റൊന്ന് സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസ് എടുക്കണമെന്നുമുള്ളതുമാണ്. വൈറ്റില സ്വദേശിയായിട്ടുള്ള TP അജികുമാറാണ് പരാതിക്കാരൻ. അതായത് ബംഗാളി നടിയായിട്ടുള്ള ശ്രീലേഖ മിത്രയുടെ ആരോപണം അത് നേരത്തെ തന്നെ പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ചാണ് ശ്രീലേഖ മിത്രയോട് സംവിധായകനായിട്ടുള്ള രഞ്ജിത്ത് അപമര്യാദയായിട്ട് പെരുമാറിയത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആ നടിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കണമെന്നുള്ളതാണ് പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ നടൻ സിദ്ദിഖിനെതിരെ യുവനടി രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ട്. 18 വയസ്സായ സമയത്ത്, അല്ലെങ്കിൽ 18 വയസ്സിന് മുന്നേ ആണ് ഇത്തരത്തിൽ തനിക്ക് ഈ ഒരു ദുരനുഭവം നേരിട്ടത്, ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതെന്നും യുവനടി പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പോക്സോ വകുപ്പ് ചുമത്തിക്കൊണ്ടുള്ള കേസിന്റെ നടപടികൾ ആരംഭിക്കണമെന്നാണ് അജികുമാർ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 2 പരാതികളിലും പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിനുശേഷമായിരിക്കും കേസ് എടുക്കണമോ വേണ്ടോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക. എന്തായാലും പൊതുസമൂഹത്തിൽ, അല്ലെങ്കിൽ പൊതുവിൽ 2 പരാതികൾ ഈ നടനായിട്ടുള്ള സിദ്ദിഖിനെതിരെയും സംവിധായകനായിട്ടുള്ള രഞ്ജിത്തിനെതിരെയും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ ദുരനുഭവങ്ങൾ നേരിട്ടവർ തന്നെ ആരോപണവുമായിട്ട് രംഗത്ത് വരികയും അവർ തുറന്നു പറയുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇത് കേസെടുത്തുകൊണ്ടുള്ള നടപടികളിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് സംബന്ധിച്ച്, ഈ പരാതികൾ സംബന്ധിച്ച് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുകയും ചെയ്യും. രജനി, രേഷ്മ, ഇവിടെ നേരത്തെ മന്ത്രി അടക്കം, അതായത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പലതവണ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല എന്നുള്ള കാര്യം. പക്ഷെ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ കേസ് എടുക്കുമെന്ന് മന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ വീണിട്ടുണ്ട്. അപ്പോൾ ഈ അജികുമാർ നൽകിയ പരാതിയിൽ എന്തായാലും കേസ് എടുക്കാനാവില്ല. കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. പക്ഷെ എന്തായാലും ഒരു കേസ് എടുക്കാതിരിക്കാൻ കഴിയില്ല. ഒപ്പം പോക്സോ കേസുകൾ ഒന്നടങ്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ നടി രേവതി സമ്പത്ത് പറയുന്നതും അതേ കാര്യം തന്നെയാണ്. തനിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുൻപാണ് നടൻ സിദ്ദിഖ് തന്നെ പീഡനത്തിനിരയാക്കിയതെന്ന്. രജനി, നേരത്തെ സജി ചെറിയാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ സംവിധായകൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞത് വളരെ ലാഘവത്തോടു കൂടിയായിരുന്നു. പിന്നീട് അദ്ദേഹം മലക്കം മറിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇതിൽ വ്യക്തമായിട്ട് സൂചിപ്പിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം ഈ പോക്സോ കുറ്റകൃത്യങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. അതിൽ സ്വമേധയാ കേസെടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് ആകും. പക്ഷെ അക്കാര്യത്തിൽ പോലും കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാർ പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. എന്തായാലും നിലവിൽ പൊതുവായിട്ട് പരാതികൾ ചിലയിടങ്ങളിൽ ലഭിക്കുന്നുണ്ട്. അതായത് നടന്മാർക്കെതിരെയും ഒപ്പം തന്നെ ഈ സംവിധായകനെതിരെയും പരാതികൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഇതൊരു സമ്മർദ്ദം ചെലുത്തലായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. എന്തായാലും നടിമാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ കേസെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഒരുപക്ഷെ കടക്കേണ്ടി വരും. എന്തായാലും നിലവിൽ ഈ വൈറ്റില സ്വദേശി നൽകിയ പരാതിയിന്മേൽ 2 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. അത് പരിശോധിച്ച് വരികയാണ് പോലീസ്. അതിനുശേഷമായിരിക്കും പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം ഈ ഒരു തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. രജനി, ശരി. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആടി ഉലയുക തന്നെയാണ് സിനിമാ ലോകം. ലൈംഗിക ആരോപണ പരാതികൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വരുന്നു. ഇന്ന് രാവിലെ ആദ്യം നടൻ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നടൻ സിദ്ദിഖിനെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത്. വൈറ്റില സ്വദേശി അജികുമാറാണ് 2 പരാതികൾ നൽകിയത്. ഇനി ഇതിലൊരു അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് ഏവരും നോക്കിക്കാണുന്നത്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.